സമീർ തുടരുന്നുണ്ട്. സമീർ, ഇനിയും ഈ ബസ്സിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നതാണോ സംശയം? ബസ് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്ന നടപടി എങ്ങനെയാണ് നടക്കുന്നത്? അനുജ, ബസ്സിനകത്ത് ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരു നിഗമനത്തിൽ തന്നെയാണ് രക്ഷാപ്രവർത്തകർ. അതുകൊണ്ട് തന്നെ അല്പം കൂടി കഴിഞ്ഞിട്ട് ക്രെയിൻ ഉപയോഗിച്ച് പൊക്കിയാൽ മതി. അതിൻ്റെ പരമാവധി ആളുകളെ വേഗത്തിൽ മുങ്ങിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെ വളരെ വേഗത്തിൽ പുറത്തെത്തിക്കുക. അവരെ സമീപത്ത് തന്നെ ആംബുലൻസുകളൊക്കെ തന്നെ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പുറത്തെടുക്കുകയും ആംബുലൻസ് വഴി ആശുപത്രിയിലേക്ക് മാറ്റുകയും അതിനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഈ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കുന്ന വേളയിൽ മറ്റു തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് അകത്തുള്ളവരെ പൂർണ്ണമായും പുറത്തെടുക്കുക. അതിനുശേഷം ക്രെയിൻ ഉപയോഗിച്ചിട്ട് ഈ ബസ് പുറത്തേക്ക് എടുക്കുക, മുകളിലേക്ക് ഉയർത്തിയാൽ മതി എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത്തരം ഒരു തീരുമാനത്തിലാണുള്ളത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബസ്സിലും അതുപോലെ തന്നെ ബസ്സിനോട് ചേർന്നുള്ള പുഴയുടെ ഭാഗത്തും പരിശോധന പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ഒരു യുവതിയെ കൂടെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർ പുറത്തെടുക്കുന്നത് നമുക്ക് കാണാം. ആ വിധത്തിൽ ഇനി ആരെങ്കിലും ഇതിനകത്ത് ഉണ്ട് എങ്കിൽ, അതുപോലെ അതിന് സമീപത്തേക്ക് തെറിച്ചു വീഴുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പുഴയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഫയർഫോഴ്സിൻ്റെയും അതുപോലെ മുങ്ങൽ വിദഗ്ധർ, എൻ്റെ മുക്കം ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളിൽ നിന്ന് നല്ല വൈദഗ്ധ്യം ലഭിച്ചിട്ടുള്ള മുങ്ങൽ വിദഗ്ധരുണ്ട്. അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ ബസ്സിലും അതുപോലെ തന്നെ ഈ പുഴയിലും ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷപ്പെടുത്തിയവരെല്ലാം തന്നെ മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവരുടെ ആരോഗ്യനില എത്രമാത്രം ഗുരുതരമാണ് എന്ന കാര്യം നമുക്ക് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ ആ വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. 2 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ആനക്കാമ്പയിൽ നിന്ന് തിരുവമ്പാടിയിലേക്ക് പോയായിരുന്നു ഈ ബസ്. അതിനിടയിലാണ് നിയന്ത്രണം വിട്ടുകൊണ്ട് പുഴയിലേക്ക് മറിഞ്ഞത്. കാളിയാമ്പുഴയിലേക്കാണ് ഈ ബസ് മറിഞ്ഞിരിക്കുന്നത്. വലിയ ആഴം ഈ പാലത്തിൻ്റെ ഈ ചേർന്ന് കിടക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെ ഒരു കുത്തനെ അങ്ങ് ബസ് വെള്ളത്തിലേക്ക് പോവുകയായിരുന്നു. ഈ ഭാഗത്ത് വലിയ ആഴമില്ല. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അപകടത്തിൽപ്പെട്ട് പുറത്തേക്കോ മറ്റോ തെറിച്ചു പോവുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയും. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. തിരുവമ്പാടി പോലീസ്, അതുപോലെ തന്നെ മുക്കം പോലീസ്, മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, നാട്ടുകാർ, അവരുടെയൊക്കെ സമീർ തുടരുക. ഇപ്പോൾ ശ്രീ കെ അബ്ദുറഹ്മാൻ, തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടെലിഫോണിലായിരുന്നു. ശ്രീ കെ അബ്ദുറഹ്മാൻ, ഈ അപകടത്തെക്കുറിച്ച് താങ്കൾക്ക് പങ്കുവയ്ക്കാനുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അപകടം ഉണ്ടായത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഈ ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു? പരുക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഇനിയും കൂടുതൽ പേർ ബസ്സിലുണ്ടോ? തുടങ്ങിയ വിശദാംശങ്ങൾ. ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, അത് പരിഹരിച്ചിട്ട് ഞാൻ താങ്കളിലേക്ക് ഒരിക്കൽ കൂടി എത്താം. തിരുവമ്പാടിയിലാണ് ഈ ഒരു അപകടമുണ്ടായത്. പുല്ലൂരാമ്പാറയിൽ KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞു. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഒരാളുടെ പ്രതികരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. ബസ് ആനിക്കാമ്പലം തിരുവമ്പാടിക്ക് വരുന്ന വഴി കാളിയാമ്പഴം എത്തുന്നതിന് മുമ്പുള്ള കലിങ്കിൽ സൈഡിൽ ഇടിച്ചിട്ട് പുഴയിലോട്ട്. വണ്ടിക്ക് സൈഡ് കൊടുത്താണോ? അല്ല, വണ്ടിക്ക് സൈഡ് കൊടുത്താൽ കണ്ടില്ല. വേറെ ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നോ? എല്ലാ സീറ്റിലും ആളുണ്ടായിരുന്നു. കലങ്കലിടിച്ച് പുഴയിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ളതാണ്. ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരിയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. നിറച്ച ആളുകൾ സീറ്റുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. മറ്റേതെങ്കിലും വണ്ടിക്ക് സൈഡ് കൊടുത്തതായി തോന്നുന്നില്ല. അങ്ങനെ ഒരു വണ്ടി അവിടെ കണ്ടിട്ടില്ല. ഏതായാലും കലങ്കലിടിച്ച് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിയുകയായിരുന്നു എന്നതാണ് ബസ്സിൽ ഉണ്ടായിരുന്നവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. സമീർ തുടരുന്നുണ്ട്. സമീർ, ഇത് ഏത് തരത്തിലേക്കാണ് ഈ അപകടം ഉണ്ടായത് എന്നതിൽ ഇനിയും വ്യക്തത കൈവന്നിട്ടില്ല. ബസ് മറ്റേതെങ്കിലും വാഹനത്തിന് സൈഡ് കൊടുത്തതാണോ എന്നുള്ളതിലൊന്നും ഈ ഘട്ടം നമുക്ക് ആ തരത്തിലേക്ക് പറയാൻ കഴിയുന്നില്ല വ്യക്തതയോടെ. കലങ്കിലിടിച്ച് പുഴയിലേക്ക് മറിഞ്ഞു എന്നതാണ് യാത്രക്കാരി പറഞ്ഞതും. നമുക്ക് കൂടുതലായി നൽകാനുള്ള വിവരങ്ങൾ എന്താണ്? അനുജ, എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ വിവരം ലഭ്യമാകുന്നതേ ഉള്ളൂ. അപകടത്തിൽ ഈ ഡ്രൈവർക്കും അതുപോലെ തന്നെ അതിലെ കണ്ടക്ടർ ഉൾപ്പെടെയുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി എന്ത് സംഭവിച്ചു എന്നത് നമുക്ക് ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ യാത്രക്കാർ പറയുന്നത് ഇങ്ങനെ കലുങ്കിൽ ഇടിച്ചുകൊണ്ട് പിന്നെ തൊട്ടുപിറകെയായിക്കൊണ്ട് വെള്ളത്തിലേക്ക് മറിയുകയായിരുന്നു, പുഴയിലേക്ക് മറിയുകയായിരുന്നു എന്നുള്ള കാര്യമാണ്. എന്നാൽ അത് തന്നെയാണോ സംഭവിച്ചത്? അതല്ല, മറ്റ് ഒരു സൈഡ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണോ ഈ കലുങ്കിൽ ഇടിച്ചത്? അങ്ങനെയാണോ അപകടം സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.